നമസ്കാരം. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനുമെതിരെ പോരാട്ടം കടുപ്പിക്കുന്നതിനിടെ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നതിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ച ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെതിരെ രൂക്ഷ വിമർശനവുമായി ബെഞ്ചമിൻ നെതന്യാഹു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന്റെ 1-ാം വാർഷികത്തിന് മുന്നോടിയായി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് മാക്രോണിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭീകരവാദത്തിനെതിരെ ഒന്നിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചില നേതാക്കളുടെ കാപട്യം പുറത്തു വന്നിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ അവരുടെ സഖ്യകക്ഷികൾക്കെല്ലാം ആയുധം നൽകുകയാണ്. ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും അടക്കമുള്ള അടുപ്പക്കാർക്ക് ആയുധം നൽകുന്നത് ഇറാൻ നിയന്ത്രിക്കുന്നുണ്ടോ? ഭീകരവാദ ശക്തികൾ ഒന്നിച്ചണിനിരന്നിരിക്കുകയാണ്. എന്നാൽ ഈ ശക്തികളെ എതിർക്കുമെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങൾ ഇസ്രായേലിന് ആയുധം ലഭിക്കുന്നത് തടസ്സപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തൊരു അപമാനകരമാണെന്ന് വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു കുറ്റപ്പെടുത്തി. അവരുടെ പിന്തുണയോടെയോ അല്ലാതെയോ ഇസ്രായേൽ വിജയിക്കുമെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രതികരണം. ഇറാൻ നടത്തുന്ന പ്രാകൃത ക്രൂരകൃത്യങ്ങളോടാണ് ഇസ്രായേൽ പോരാടുന്നത്. ഈ പോരാട്ടത്തിൽ സംസ്കാരമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. എന്നാൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണും മറ്റ് പാശ്ചാത്യ നേതാക്കളും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം പ്രഖ്യാപിക്കുകയാണ്. ഇവരെക്കുറിച്ച് നാണക്കേട് തോന്നുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലിന് ആയുധങ്ങൾ ലഭിക്കുന്നത് തടയണമെന്ന തരത്തിൽ മാക്രോൺ ശനിയാഴ്ച നടത്തിയ പ്രഖ്യാപനമാണ് നെതന്യാഹുവിനെ ചൊടിപ്പിച്ചത്. ഇസ്രായേലിനുള്ള ആയുധ കയറ്റുമതി നിർത്തിവെച്ചെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണാണ് പ്രഖ്യാപിച്ചത്. കൂടാതെ ലെബനനിൽ കരയാക്രമണത്തിന് സൈന്യത്തെ അയച്ച നെതന്യാഹുവിന്റെ നടപടിയും മാക്രോൺ വിമർശിച്ചിരുന്നു. പ്രശ്നത്തിന് രാഷ്ട്രീയമായ പരിഹാരമാണ് ഉണ്ടാകേണ്ടതെന്നും മാക്രോൺ പറഞ്ഞിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് തിങ്കളാഴ്ചയാണ് ഒരു വർഷം തികയുന്നത്. ഇസ്രായേലുകാരും വിദേശികളുമായി 1200ഓളം പേരെ അന്ന് ഹമാസ് വധിച്ചിരുന്നു. 250ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി. ഗാസയിലെ ഒരു വർഷം നീണ്ട യുദ്ധത്തിനിടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ആചരിക്കാൻ ഒരുങ്ങിയാണ് ഇസ്രായേൽ. ഹമാസ് അംഗങ്ങൾ ഏറ്റവും അധികം നാശം വിതച്ച നഗരങ്ങളിലൊന്നായ എസ്ദോറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് നേതൃത്വം നൽകും. നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയിം കിബുൽസിലും അനുസ്മരണ ചടങ്ങുകൾ ഉണ്ടാകും. ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് കിബുൽസ് ബീരിയിൽ റാലി നടക്കും. 100-ലേറെ പേർ കൊല്ലപ്പെട്ട സ്ഥലമാണിത്. ബന്ദിമോചനം ആവശ്യപ്പെട്ട് ടെൽ അവീവിലും പ്രകടനം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനിടെ ശക്തമായ മിസൈൽ ആക്രമണം നടത്തിയ ഇറാന് മറുപടി നൽകാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നുവെന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ AFPയോട് ശനിയാഴ്ച വെളിപ്പെടുത്തിയതാണ് ഇക്കാര്യം. വരും ദിവസങ്ങളിൽ ഇതുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഗാസയിലെ യുദ്ധം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന ആശങ്കയും ശക്തമായിരിക്കുകയാണ്. അതേസമയം ലെബനനിലെ ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഹിസ്ബുള്ള നേതാക്കന്മാരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ 400-ലേറെ അംഗങ്ങൾ കൊല്ലപ്പെട്ടു. ഇക്കാര്യം ഇസ്രായേലി സൈന്യത്തിന്റെ വക്താവ് അറിയിച്ചു. ബെയ്റൂത്തിലെ തെക്കൻ പ്രദേശങ്ങളിലാണ് ഹിസ്ബുള്ള നേതാക്കളുടെ താവളങ്ങളെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയത്. ബെയ്റൂത്ത് നഗരത്തിൽ തീമഴ പെയ്യുകയായിരുന്നു ഇസ്രായേൽ. വ്യോമാക്രമണം ബെയ്റൂത്ത് വാസികൾക്ക് കാളരാത്രിയാണ് സമ്മാനിച്ചത്. മിസൈൽ വീണ് തീഗോളങ്ങൾ ഉയർന്ന സ്ഫോടനം ഉണ്ടാകുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. കൊല്ലപ്പെട്ട ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ലയുടെ പിൻഗാമിയായ ഹാഷിം സഫീദീനെ ഇസ്രായേൽ വധിച്ചതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ഹാഷിം സഫീദീൻ്റെ വിവരമില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇസ്രായേൽ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. നസ്രല്ലയുടെ ബന്ധുവാണ് ഹാഷിം സഫീദീൻ. 1964 തെക്കൻ ലെബനനിലെ ദേർ ഖനൂൻ അൽ നഹറിൽ സഫീദീൻ ജനിച്ചു. ഇറാനിലും ഇറാഖിലും അടക്കം മതപഠനവും നടത്തിയിട്ടുണ്ട്. 1994 മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി. അന്ന് മുതൽ നസ്രല്ലയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിനിടെ തെക്കൻ ലെബനനിലെ 25 ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിന്നാലെയായിരുന്നു ആക്രമണം ശക്തമാക്കിയത്. ലെബനനിൽ കരയാക്രമണം തുടങ്ങി 2ാം ദിനമായ ബുധനാഴ്ച ഇസ്രായേലിലെ 8 സൈനികർ കൊല്ലപ്പെട്ടതിന് തിരിച്ചടിയായിട്ട് കൂടിയായിരുന്നു ഈ ആക്രമണം ശക്തമാക്കിയത്.